സെപ്റ്റി ടാങ്കിലേക്കുള്ള കണക്ഷൻ കൊടുക്കുവാൻ പോവുകയാണ്. കറക്റ്റായി മുറുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കുന്നത് ഒരു ഡോർട്ടിയാണ്. അതിൻ്റെ ഈ ഷോക്കറ്റുള്ള ഭാഗം മുകൾക്കാക്കി കൊടുക്കണം. ശേഷം ഇവിടെ എൽബോ വെക്കണം. എൽബോ വെച്ചതിന് ശേഷം ഒരു 42 സെൻറ്റിയിൽ ഒരു കഷ്ണം പൈപ്പ് കട്ട് ചെയ്ത് ഇവിടെ നമുക്കത് കൊടുക്കാം. അപ്പോൾ നമ്മളവിടെ കണക്ഷൻ കൊടുക്കാൻ പോകുന്ന ഡോർട്ടിക്ക് ഷോക്കറ്റുള്ള ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കവിടെ വേണ്ടത് 42 സെൻറ്റിയാണ്. ഇതാണ് 42 സെൻറ്റി. ഈ 42 സെൻറ്റി നമ്മൾ കറക്റ്റ് കട്ട് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ റൗണ്ട് ഇതുപോലെ ഒരേമാതിരി കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനനുസരിച്ച് കട്ട് ചെയ്യണം. ഇതാണ് കറക്റ്റ്. ഇങ്ങനെ കറക്റ്റ് ആക്കി ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പശട്ട് കഴിഞ്ഞാൽ ലീക്ക് വരില്ല. നമ്മൾ പശ ഇടുകയാണ്. ആദ്യം നമ്മൾ പശ ഇടേണ്ടത് എൽബോക്കകത്താണ്. ഇതാണ് നമ്മൾ പെടുത്തിയ അടയാളം.
അപ്പോൾ നമ്മൾ ഇതിന്മേൽ പശ തേക്കാണ്. ഇതുപോലെ അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മൾ അടയാളപ്പെടുത്തിയ അടയാളം. ഈ അടയാളം കറക്റ്റാക്കി വെക്കുക. കറക്റ്റ്. പോകുന്നത് ഈ എൽബോമേൽ നിന്നും ആ കോർണറിൽ വെച്ചിരിക്കുന്ന എൽബോമേക്കാണ് 3 മീറ്ററും 5 സെൻറ്റിയും പൈപ്പാണ് ഇതിന് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ കാണുന്നത് 3 മീറ്റർ 5 സെൻറ്റി. ഇവിടുത്തെ ഈ എൽബോമേൽ 5 സെൻറ്റിയും അവിടുത്തെ എൽബോമേൽ 5 സെൻറ്റിയും കൂട്ടി നമ്മൾ 3.15 കട്ട് ചെയ്യണം, 10 സെൻറ്റി കൂടുതൽ. അപ്പോൾ നമ്മൾ അവിടെ ജോയിൻ്റ് ചെയ്യാൻ അളവെടുത്ത പൈപ്പ് ആദ്യം 3 മീറ്റർ 5 സെൻറ്റി ആയിരുന്നു. എൽബോയുടെ ഉള്ളിൽ ഒരു 5 സെൻറ്റി പോകും. ആ ഒരു തലക്കുള്ള എൽബോയിലും ഈ തലക്കുള്ള എൽബോയിലും 5 സെൻറ്റി തോതിൽ പോകുമ്പോൾ അങ്ങനെ നമ്മൾ 3 മീറ്റർ 15 സെൻറ്റിയാണ് എടുക്കേണ്ടത്. 10-15 സെൻറ്റി. ഞാൻ കാണിച്ചു തരാം. നമ്മൾ അളവെടുത്തപ്പോൾ 3 മീറ്റർ 5 സെൻറ്റിയാണ് എടുത്തത്. എൽബോയുടെ അകത്തേക്ക് ഒരു 5 സെൻറ്റി പോകണം. കണ്ട 5 സെൻറ്റി. ഇവിടെ ഒരു 5 സെൻറ്റിയും മറ്റേ എൽബോയ്ക്ക് ഒരു 5 സെൻറ്റി, അങ്ങനെ 10 സെൻറ്റി, അങ്ങനെ 3.15 നമ്മൾ എടുത്തിരിക്കുന്നത്. കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു എൽബോ ഇവിടെ വെച്ച് തന്നെ പശ തേക്കാം. ഇനി നമുക്ക് പൂരിപ്പിക്കാം. ഇതിനകത്ത് കംപ്ലീറ്റ് ലാസ്റ്റ് വരെ എൻഡ് വരെ പൊട്ടിയിട്ടുണ്ട്.
നമ്മളിപ്പോൾ ഇവിടെ ഒരു ടീ കൊടുത്തിട്ടുണ്ട്. അത് എന്തെന്ന് വെച്ചാൽ ഇത് 12-14 മീറ്റർ ലോങ്ങുള്ളൊരു പൈപ്പാണ്. അപ്പോൾ പിന്നീടൊരു ബ്ലോക്ക് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഒരു ജംഗ്ഷൻ കൊടുത്ത് 7 നിമിഷം നമുക്ക് തുറന്ന് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ടീ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ആ ടീക്ക് മുകളിൽ നമ്മൾ പിന്നീട് ഒരു 50 സെൻറ്റി പൈപ്പ് ഇതുപോലെ കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ജംഗ്ഷൻ കൊടുക്കാം. അതുപോലെ ഇൻ്റർലോക്ക് ഇടുമ്പോൾ അതിന് കറക്റ്റാക്കിയിട്ടുള്ള ജംഗ്ഷൻ കിട്ടും പ്ലംബിംഗ് കടയിൽ നിന്ന്. അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിൽ കൂടെ തുറന്ന് ഈ പൈപ്പ് ഫ്ലെക്സിബിളായ വല്ല സാധനങ്ങളും ഇട്ട് പൈപ്പ് ബ്ലോക്കായാൽ നമുക്ക് ഓപ്പൺ ആക്കാവുന്നതാണ്. അതിന് വേണ്ടിയാണ് ഇവിടെ ഒരു ടീ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 15 മീറ്റർ ലോങ്ങുള്ളൊരു പൈപ്പാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ടീ ഇട്ട് ഇനി ഇവിടെ ചെറുതായിട്ടുള്ള ഒരു ജംഗ്ഷൻ ഇൻ്റർലോക്ക് ഇടുമ്പോൾ നമ്മൾ വെച്ച് കൊടുക്കും. പിന്നീട് ഒരിക്കൽ ഈ പൈപ്പ് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ആ ജംഗ്ഷൻ തുറന്ന് ഈ പൈപ്പ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിനു വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇൻ്റർലോക്ക് ഇടുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് കച്ചറൊന്നും വീഴാതിരിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ പൈപ്പ് ഏകദേശം 15 മീറ്റർ ലെങ്ത്തുള്ളൊരു പൈപ്പാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരു ടീ വെച്ചിരിക്കുന്നത്. ഈ ടീ വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ എപ്പോഴെങ്കിലും ഇത് ബ്ലോക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസിയായി അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ വലിയൊരു ജംഗ്ഷനൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു ജംഗ്ഷൻ, ഒരു 10x10 ഒരു ചെറിയ ജംഗ്ഷൻ വെച്ചാൽ നമുക്കത് ഓപ്പണാക്കി ഫ്ലെക്സിബിളായ വല്ല പൈപ്പോ മറ്റോ ഉപയോഗിച്ച് നമുക്കിത് ഓപ്പണാക്കാൻ പോകാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഇവിടെ ഈ ടീ വെച്ചിരിക്കുന്നത്. ഈ ടീക്ക് നമ്മൾ ഒരു ഡക്കം വെച്ചിട്ടുണ്ട്, അടപ്പ്. ഇനി നമ്മളിവിടെ ഇൻ്റർലോക്ക് ഇടുമ്പോൾ ഒരുപോലെ കട്ട് ചെയ്ത് ഇവിടെ ചെറുതായിട്ടുള്ളൊരു ജംഗ്ഷൻ വെക്കും. ഇൻ്റർലോക്കിൻ്റെ അതേ കളറുള്ള ജംഗ്ഷൻ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. വല്ലപ്പോഴും ഇത് ബ്ലോക്ക് ആകുമ്പോൾ ഇതിൻ്റെ ടോപ്പ് തുറന്ന് നമുക്ക് ഫ്ലെക്സിബിളായ പൈപ്പോ മറ്റോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഉപകാരം. കാരണം 15 മീറ്ററോളം ലെങ്ത് ഉള്ളത് കൊണ്ട് ഇത് ബ്ലോക്കായാൽ ഓപ്പൺ ആക്കുവാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ഇൻ്റർലോക്ക് പണിയെടുപ്പിക്കുമ്പോൾ ഇത് കട്ട് ചെയ്യുക, എന്നിട്ട് ഇവിടെ കൊച്ചു ജംഗ്ഷൻ വെക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. ഇപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫിറ്റിംഗ് ആണിത്. ഇവിടെ എൽബോ വെച്ചു. ഇവിടുന്ന് 10-15 മീറ്ററോളം ഇതുണ്ട്. ഇത് കണ്ട ഇവിടെ നല്ല സ്ലോപ്പുണ്ട്. പിന്നീട് നമ്മൾ ഇവിടെ ലാസ്റ്റത്തെ പീസ് കൊടുക്കുമ്പോൾ ഒരല്പം സ്ലോപ്പ് കൂടുതലിടണം. കൂടുതലിട്ടാൽ അവിടുന്ന് വരുന്ന വേസ്റ്റും വെള്ളമെല്ലാം അവിടെ കുത്തി ടാങ്കിലേക്ക് ചാടും. ഇതാണ് ടാങ്ക്, സെപ്റ്റി ടാങ്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയൊക്കെ പ്ലംബിങ് ചെയ്താൽ സേഫ്റ്റി ആയിരിക്കും പ്ലംബിങ് വർക്ക്.